പലതരത്തിലുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ നിങ്ങളിൽ എത്ര പേർ കണിവെള്ളരി ഇട്ട് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്? കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കിന്നൊരു കിടുക്കാച്ചി കണിവെള്ളരി ഇട്ട ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഈ ചിക്കൻ കറിയുടെ പേരാണ് കണിവെള്ളരി ഇട്ട ചിക്കൻ കറി. അതിനായി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 1/2 കിലോ ചിക്കൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഇളക്കി അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു പാതി വേവ് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നേ, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. കൂട്ടുകാരത് ഇടാൻ മറക്കല്ലേ. ഇനി അതേ പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 3 വലിയ സവാള ഇട്ട് വഴട്ടി കൊടുക്കാം. സവാള കനം കുറച്ച് നീളത്തിലാണ് അരിയേണ്ടത്. സവാളയൊന്ന് വാടി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നിവ ഇട്ട് വഴട്ടി കൊടുക്കണം. ദാ ചുവന്നു തുടുത്ത തക്കാളി ഇടേണ്ട സമയം വരവായി. 2 ഇടത്തരം കുരുകുരേ അരിഞ്ഞ തക്കാളിയാണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, തക്കാളിയുടെ പുളി അനുസരിച്ച് എരിവ് കൂടുകയോ കുറയുകയോ ആവും. അത് നിങ്ങളുടെ ഇംഗിതം പോലെ കുറച്ച് മുളക് പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം കേട്ടോ. പിന്നെ അവസാനം എന്നെ കുറ്റപ്പെടുത്തരുതേ. ഇനി ഇതിലേക്ക് തൊലിയോടുകൂടി കഷ്ണങ്ങളായി മുറിച്ച കണിവെള്ളരി ഇട്ട് വഴട്ടി കൊടുക്കാം. 1/4 കപ്പ് കണിവെള്ളരി ഇതുപോലെ സ്ക്വയർ ആയി ആണ് അരിയേണ്ടത്. കണിവെള്ളരി ഒന്ന് വഴണ്ട ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് വഴട്ടി കൊടുക്കാം. ഈ കറിക്ക് ഗരം മസാല അധികമായി പോകരുതേ, അധികമായാൽ അതിന്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകുമെന്നേ. ശേഷം 2 പിളർന്ന 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് മിക്സ് വെൽ. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടിയിട്ട് മിക്സ്. ചിക്കനും വെള്ളരിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് കണിവെള്ളരി ഒന്ന് നന്നായി വേവുന്നിടം വരെ വേവിച്ചു കൊടുക്കാം. കണിവെള്ളരി ഉടഞ്ഞു പോകല്ലേ. കണിവെള്ളരിയൊക്കെ ഒന്ന് വെന്ത ശേഷം മല്ലിയില കൂടി വിതറി സെർവ് ഹോട്ട്. നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കില്ലേ? നല്ല അപാര രുചിയാണ്. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.